പാലക്കറി വെക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം നമ്മളിത് തേങ്ങ വറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇതിൽ തേങ്ങയുണ്ട്, ഉള്ളിയുണ്ട്, പിന്നെ ചെറിയ ഉള്ളി, പിന്നെ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇതാ ഇതിൽ മല്ലിപ്പൊടി ഉണ്ട്, കുരുമുളക് പൊടി ഉണ്ട്, പെരിഞ്ജീരകപ്പൊടി ഉണ്ട്, ഗരം മസാല ഉണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പൊടികളെല്ലാം ഇട്ടു. തേങ്ങ ഒന്ന് മൂത്തതിന് ശേഷം മാത്രമേ ഇടാൻ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് സ്റ്റൗ ഓഫ് ചെയ്തിട്ടായാലും കുഴപ്പമില്ല. എന്നിട്ട് നമ്മളിതൊന്ന് ഞാനിനി സ്റ്റൗ ഓഫ് ചെയ്യാൻ പോവാം കേട്ടോ. ഇനി നമുക്കിത് ഒന്നും ചെയ്യാണ്ട് ഇനി മുളക് പൊടി ഇടാം. മുളക് പൊടി ആവശ്യത്തിന് ഞാൻ ഇത്ര എടുത്തു. ഒരുപാടാവും പച്ചമുളക് ഇടുന്നതാണ്.